ഈ ഗുരുവായൂരപ്പൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ, ഒരു കാട്ടാന അത് ഈ വേദന കൊണ്ട് അതിൻ്റെ പഴുപ്പുമായി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തു. ഇപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു ആദ്യഘട്ടം, ആ ചികിത്സ നൽകാനുള്ള ആദ്യഘട്ടം വിജയകരമായി ചെയ്തിട്ടുണ്ട്. താങ്കൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, എത്രമാത്രം ആശ്വാസകരമാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ അതിനെ ഒറ്റപ്പെടുത്തി ഈ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞത്? അതെ, തീർച്ചയായിട്ടും അതൊരു അതിനെ നമ്മുടെ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ ഏറ്റവും വലിയ കാര്യം. കാരണം ഇന്നലെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആനയെ ഒന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു നിലയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ മയക്കുവെടി വെച്ചു, ഇനിയിപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നല്ല രീതിക്ക് കൊടുക്കാൻ സാധിക്കും. അരുൺ സക്കറി ഉള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ഭംഗിയായിട്ട് നടന്നോളും. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പൊ ആനയുടെ മസ്തകത്തിലാണ് ഇപ്പോൾ വെടി അല്ലെങ്കിൽ അതിന്റെ വ്രണങ്ങൾ കാണുന്നത്. അതായത് ഒരുപാട് പേര് ഈ ആനയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആളുകൾ ഈ ആനയെ കാര്യമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയൊരു... ശ്രീ ഗുരുവായൂരപ്പൻ, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തുന്നില്ല. ഇപ്പൊ അല്പം മുൻപ് നമ്മളോട് സംസാരിച്ച ഡോക്ടർ ഈശ്വരൻ നമ്പൂതിരിയൊക്കെ പറയുന്നത്, ഇത്ര ഹൈറ്റിൽ അങ്ങനെ ഒരു പരിക്ക് പറ്റണമെങ്കിൽ ആനകൾ തമ്മിൽ കുത്തുകൂടിയത് മൂലമുണ്ടായ ഒരു മുറിവായിരിക്കാം എന്ന് പറയുന്നു. നമുക്ക് അങ്ങനെ ഒരു പൂർണ്ണമായി ഇത് മനുഷ്യൻ മൂലമുണ്ടായ ഒരു പരിക്കാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഉറപ്പിച്ച് പറയുന്നില്ല ഞാൻ. മറ്റേ ഡോക്ടർ ഈശ്വരൻ വെറ്റിനറി ഡോക്ടർ തന്നെ ആയിരുന്നല്ലോ, ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതെ. അപ്പോൾ അത് മുകളിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ ഞാൻ പറയുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വളരെ വലിയ വൂൺസ് ഉണ്ട്, പല സ്ഥലങ്ങളിൽ അതിന്റെ വൂൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആളുകൾ കല്ലെറിയോ ഉപദ്രവിക്കുകയോ അതുപോലെ തീപ്പന്തേറി അങ്ങനെ പല സംഭവങ്ങളും... അതെ, അത് വ്യാപകമായി അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും നമുക്ക് ഇക്കാര്യത്തിൽ അങ്ങനെ തർപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഈ പരിശോധന നടത്തുമ്പോൾ ഡോക്ടർക്ക് അറിയാൻ കഴിയുമല്ലോ ഇത് എങ്ങനെ ഉണ്ടായ മുറിവാണ്, വൂണ്ടാണ് എന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പരിശോധന കഴിയുമ്പോൾ അറിയാൻ കഴിയുമായിരിക്കും. എങ്കിൽ പോലും ഇതൊരു പോസിറ്റീവ്, ഒരു ആനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ കാണുന്നു, അത് ശ്രദ്ധയിൽപ്പെടുന്നു. അതൊരു പോസിറ്റീവായ കാര്യമായി തോന്നുന്നു, അല്ലേ? അതെ, അത് വളരെ പോസിറ്റീവാണ്. കാരണം ആനയെ കണ്ടെത്താൻ പറ്റി, അത് മരണപ്പെടുന്നതിന് മുന്നേ തന്നെ കണ്ടെത്താൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലെ പോകാൻ വഴി. പക്ഷെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മളെ... തീർച്ചയായും അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ഒരുപക്ഷെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുമായിരിക്കും. കാരണം ഇപ്പോൾ വനം വകുപ്പിന്റെ ഈ ഡോക്ടർമാരടങ്ങുന്ന സംഘം ആനയുടെ ചികിത്സ ആരംഭിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുറിവ് എങ്ങനെ ഉണ്ടായതാണ്, എത്രത്തോളം ആഴമുണ്ട്, അത് ആനകൾ തമ്മിൽ കുത്തുകൂടിയപ്പോൾ ഉണ്ടായതാണോ, മറിച്ച് പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ആനയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിനകം വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ ഈ കൂട്ടത്തോടെ ആന ഇറങ്ങിയപ്പോൾ അത്തരത്തിലുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനും അപ്പുറത്ത് ആനയെ ഒറ്റപ്പെടുത്തി അതിനെ മയക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വലിയൊരു സംഘം തന്നെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് അതിരപ്പള്ളിയിലുണ്ട്. അവർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെയൊക്കെ ഈ ആന റിസർവ് ഉള്ളിലേക്ക് കയറി പോവുകയും അതിനെ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്തതൊക്കെ ദൗത്യത്തിനൊരു വെല്ലുവിളിയായിരുന്നു. സമയം വളരെ പ്രധാനമായിരുന്നു. ആ തരത്തിൽ നോക്കുമ്പോൾ ഇന്ന് ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. അടുത്തത് ഈ ചികിത്സ കൃത്യമായി നൽകുക എന്നതാണ്, മുറിവിനെ പറ്റി മനസ്സിലാക്കുക എന്നതാണ്. അത് നമുക്ക് വരും മണിക്കൂറുകളിലും അറിയാൻ കഴിയും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആനയ്ക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്.